അയ്യോ അമ്മ ഹാപ്പി ഇൻഡിപെൻഡൻസ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ചായ കുടിക്കാൻ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. പിന്നെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്നല്ലോ. മധുരം ഇട്ടില്ലേ നീ? മധുരം ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. എനിക്കതിന് ഷുഗർ ഒന്നും ഇല്ല മോനെ. അത് ശരിയാ, പക്ഷെ ഒരു കരുതൽ നല്ലതല്ലേ? ഈ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതൊക്കെ നല്ലതല്ലേ, അസുഖം വരാതെ നോക്കുന്നത്. അതൊക്കെ അതെ, പണ്ടൊക്കെ നമ്മൾ എന്നും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. പണ്ടത്തെ ആൾക്കാർ അതേപോലെ മേലേക്ക് പണിയെടുക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ നീ തരുന്ന എന്ത് കുടിക്കുകയും കഴിക്കുകയും ചെയ്താ പോരെ? മതി. മധുരം ഇല്ലാതെ കുടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ. അയ്യോ, കാറിപ്പൊളിച്ചോണ്ട് വരുന്നുണ്ട്. ആളും ഉണ്ടല്ലോ കൂടെ. അതെ. കൊള്ളാലോ, ഫ്ലാഗും ഒക്കെ ഉണ്ട് കയ്യില് കേട്ടോ. എന്താ ട്രോഫിയൊക്കെ? ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് റെസിഡൻസ് അസോസിയേഷൻ നടത്തിയ പരിപാടികളിൽ പടം വരയ്ക്ക് ലിവക്ക് ഫസ്റ്റ് കിട്ടി, പാട്ട് പാടലിന് ലിവക്ക് ഫസ്റ്റ് കിട്ടി. പൊളിച്ചല്ലോ രണ്ടുപേരും. എന്ത് പടം വരച്ചേ? സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പടം വരയ്ക്കാനാണ് ടോപ്പിക് കൊടുത്തത്. പൊളിച്ചടുക്കിയില്ലേ? രണ്ടുപേരും മിടിക്കാട്ടാ. ഉള്ളത് പറയാലോ സീതാമ്മ, എല്ലാ വർഷവും എനിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങ് സങ്കടമാ. എനിക്ക് ഫസ്റ്റ് കിട്ടുന്നോണ്ട്. യേശോട്ടാ, അടുത്ത പ്രാവശ്യത്തെ മത്സരത്തിനെ ഞാൻ പങ്കെടുക്കുന്നില്ല. ഏതെങ്കിലും കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കോട്ടെ, അവർക്കും വേണ്ട സന്തോഷം. സീതാമ്മേ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞു? പിന്നെ ഭയങ്കര കറക്റ്റ്. അതുമാത്രല്ല, എനിക്ക് കൊറേ ട്രോഫിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വെക്കും ചേച്ചി? തള്ളിയത് മതി പാറു. പറഞ്ഞ മാളൂര് കൊറേ നാളായാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഇത് എവിടെയായിരുന്നു? എപ്പോഴും വരാൻ തോന്നും, പക്ഷെ കൊറേ പഠിക്കാനുണ്ട്. ഇവിടെ പിന്നെ ഒരാൾക്ക് പഠിക്കാനേ ഇല്ല. ചേട്ടാ, ഞാൻ പഠിക്കാറൊക്കെ ഉണ്ട്. പിന്നെ പഠിക്കാറൊക്കെ ഉണ്ട്. എന്റെ പൊന്നുമകളെ നീ കേൾക്കണം. നമ്മള് ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചോദിച്ചു, മക്കളെ ഏത് പരീക്ഷയായിരുന്നെന്ന്. ഹിന്ദി ആയിരുന്നെന്ന് തോന്നണ് എന്ന് പറഞ്ഞോളാ. പോട്ടടാ. ശരി, ഞാൻ ക്ഷമിച്ച്. ലച്ചേച്ചി, അപ്പൊ കുറച്ച് കഴിയുമ്പോ മാളുവിന്റെ ഒരു പാട്ടുണ്ടായിരിക്കുന്നതാണ്. ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയതല്ലേ? അയ്യോ ഞാനില്ല. അതിന് നാണിക്കണം എന്തിനാ, നമ്മളെല്ലാരും കൂടാന്ന്. അതെ, പാട്ട് കേക്കണ്ടേ? പാട്ട് പാടണട്ടാ. ഫസ്റ്റ് ബെഞ്ച് വന്നിരിക്കാൻ രണ്ടുപേരും. കുടിക്കാനെന്തെങ്കിലും കൊടുക്കണേ. വന്ന് എന്നോടല്ല, പിള്ളേരെ വിളിച്ചേ. പിള്ളേരെ ഫസ്റ്റ് മേടിച്ചോണ്ട് പിള്ളേരെ കൊണ്ടുവന്നോ ഞാനല്ലേ? പിടിച്ചോണോ, മുറുകെ പിടിച്ചോണം. എന്താടാ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ സ്കൂളില് സ്വാതന്ത്ര്യദിനം ഭയങ്കര ആഘോഷമാ. പണിക്കര് മാഷാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. പണിക്കര് മാഷാണെങ്കിൽ പതാകയൊക്കെ ഉയർത്തിയതിന് ശേഷം ഞങ്ങളെ എല്ലാരെയും വിളിച്ചിരുത്തിയതിന് ശേഷം സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചും അവരുടെ അർപ്പണബോധത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഞങ്ങളെ എല്ലാരെയും വിളിച്ചുകൊണ്ട് മാഷിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നാടിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. എന്നിട്ട് മാഷിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചേരും. അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊരു കാലമായിരുന്നു. പാവം മാഷ് 101ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഫ്രീഡം ഫൈറ്റർ ആയിരുന്നോ? പിന്നെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്ന കെ കേളപ്പനെ പരിചയം ഉണ്ടായിരുന്നു.
ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഗാന്ധിജി തിരുവിതാംകൂറിൽ വന്നപ്പോൾ ഗാന്ധിജിയെ മാഷ് കണ്ടിട്ടുണ്ടെന്നാ പറയുന്നേ. ക്ഷേത്രപ്രവേശം എന്ന് പറയുമ്പം ഗാന്ധിജി 5ാമത്തെ തവണ ഇവിടെ കേരളത്തിൽ വന്ന് 1937 അതെ അതെ. അപ്പൊ കണ്ടു കാണും. പൊളിച്ചേട്ടാ. ഈ സ്വാതന്ത്ര്യം മേടിച്ച ആളെയൊന്നും കാണാൻ പറ്റില്ലല്ലേ? பார்க்க முடியலன்னா என்ன கல்லு, அங்கெல்லாம் நம்ம மனசுலயே இருக்காங்கல்ல. ചേട്ടാ, ഓ, അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയോ? സ്വാതന്ത്ര്യ സമര സേനാനി പറഞ്ഞേ. സ്വാതന്ത്ര്യ സമര സമര സേനാനികൾ. ആ, അറിയപ്പെടുന്നവരോ? സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് മക്കളെ. അതിനകത്ത് ഈ പറഞ്ഞ അറിയപ്പെടുന്നവരെന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേല്, റാണി ലക്ഷ്മിബായി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, അങ്ങനെ ഇഷ്ടംപോലെ പേരുണ്ട്. நான் சின்னத்துல இருக்கும்போது என்னோட டீச்சர் இந்த சுதந்திர போராளிகளை பத்தி எல்லாம் நிறைய சொல்லி கொடுத்திருக்காங்க. അത് പിന്നെ കരയാണ്ടി എല്ലാ സ്കൂളിലും എല്ലാ ടീച്ചർമാരും പറഞ്ഞു കൊടുക്കും. മോളെന്തോ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു അവരുടെ ഒക്കെ ഫോട്ടോ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വരയ്ക്കായിരുന്നൂല. അത് കറക്റ്റാ മാള് പറഞ്ഞത്. അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വരയ്ക്കായിരുന്നു. ചേട്ടാ, മേടിച്ചിണ്ടാ ഫോട്ടോ ഒപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. സുധോടയോ അലയാന്നേ പോവാ ഇങ്ങോട്ട് ഫോട്ടോ മേടിക്കേ. ആരാ ഫോട്ടോ? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോ പിള്ളേർക്ക് വേണം. വരയ്ക്കാനോ? ഫോട്ടോ മേടിക്കണോ? മേടിക്കാം. ആ, കല്ലൂസ് ഇവിടെ ഇരിക്കാണ്. എന്താണ്? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പോയിട്ട് വരുമ്പോ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നേ. മാളു, നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ കളറാക്കണ്ടേ? ഉറപ്പായിട്ടും. പാറു എന്നെ சொன்னாலும் അവ சொல்லுவா ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. നാശത്തിലോട്ടാ നിന്റെ പോക്ക് ഈ കൂട്ട്. കേശട്ടാ, പാചകം അടിച്ചോണ്ടിരിക്കാതെ പോയി മേടിച്ചിട്ട് വേട്ടാ. പോണേ പോണ്. അലയാ നാളെ പൊറോട്ടയും ബീഫും ചെലവ്. ബാ, എന്തിന്? ഇൻഡിപെൻഡൻസ് ഡേ. അതിനാ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പാവളി അളിയനെ സോപ്പിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഇവിടുന്ന് വരും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആ, പിന്നെ നീ വരുമ്പോ എല്ലാവരും കൊണ്ടുവരണം കേട്ടാ. ഇല്ലെന്നാ? എങ്കി പിന്നെ ഉള്ളവരെ എല്ലാവരെയും കൊണ്ടുപോവാ. വരാത്തവരുടെ ലിസ്റ്റില്ല എനിക്ക് പറഞ്ഞേ. ബാക്കി കാര്യമെല്ലാം ഞാൻ ഏറ്റു. ശരി. നീ ആര്? ഗ്രൂപ്പിലെ ലീഡറാ? ചേച്ചി, അത് അവരെന്നെ അങ്ങ് ലീഡർ ആക്കി ചേച്ചി. എന്താ ചെയ്യാ? മതി കേട്ടാ സ്വയം അങ്ങോട്ട് പൊങ്ങി പൊങ്ങി പോകുന്നത്. ചേച്ചി, ഞാൻ സത്യം ചേച്ചി പറഞ്ഞേ. ചേച്ചി, പിന്നെ ഞാൻ കൂട്ടിയ കൂട്ടമല്ലത്, എന്റെ ഒപ്പം ചേർന്ന കൂട്ടമാണത്. സിനിമ ഡയലോഗ് പോലെ ഉണ്ടല്ലോ. ആ, അതങ്ങനെയാ. നമ്മളെന്തെങ്കിലും ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമയിൽ അങ്ങ് എടുക്കും. എന്താ ചെയ്യാ? അതെ അതെ, എന്താ ചെയ്യാ? ചേച്ചി, ഇപ്പൊ തന്നെ എത്തും. ആര്? എന്റെ ഫ്രണ്ട്സ്. എന്തിന്? ഒരു പരിപാടി ഉണ്ട്. പരിപാടിയോ? കല്ലു, നീ ഒന്ന് അടങ്ങ്. ഇനിയും കളിക്കാൻ സമയമുണ്ട്. ഫ്രണ്ട്സ് ഒന്നും വന്നില്ലേ? ഇപ്പൊ തന്നെ അവര് പറന്നെത്തും. ഈശ്വരാ, അപ്പൊ ഈ വീടിന്റെ കാര്യത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവും അല്ലേ? ചേച്ചിയെ അളിയനൊളിയനും എത്തിയല്ലോ. മക്കളെ എല്ലാവർക്കും ചോക്ലേറ്റും എടുത്തോ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഓക്കെ. കല്ലൂസൻ പാറൂസ് മോളെ, നിങ്ങൾ പറഞ്ഞ പോലെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയണം ഇതൊക്കെ ആരാണെന്ന്. ഓക്കെ? മഹാത്മാഗാന്ധി. നെക്സ്റ്റ് ഇതാരാ? ഡോക്ടർ BR അംബേദ്കർ. ആ
അപ്പൊ അടുത്തത് ചാച്ചാജി. ആ ജവഹർലാൽ നെഹ്റു. അടുത്തത് സർദാർ വല്ലഭായ് പട്ടേൽ. പിള്ളേരെ കുട്ടിയുണ്ട് അളയെ പോലല്ല. ഏ? അല്ല അളിയ ഞാൻ ഇപ്പൊ വരാവേ, ഒരു മിനിറ്റ്. ഇത് പടം വരയ്ക്കാനുള്ള പേപ്പർ സ്കെച്ച് എടുക്കാൻ പോയ പോക്കാ. ഞാനിന്ന് പടം അപ്പൊ പടമൊക്കെ വരയ്ക്കുന്ന കൊള്ളാം. ഇവിടെ എങ്ങാനും പിച്ചി പറിച്ച് ഇട്ടാ എല്ലാത്തിനും കിട്ടും. എന്നോടാ പറഞ്ഞേ. ആ എല്ലാരും വരച്ചോ. മക്കള് വരക്കട്ടാ, അച്ഛൻ നോക്കി നിക്കാം. വരച്ചോ വരച്ചോ വരച്ചോ. ആ അല്ല ചേച്ചി, ഞാൻ പറയാതിരിക്കായിരുന്നു. എന്തായാലും നല്ലൊരു അവസരമായിട്ട് ഇപ്പൊ അങ്ങ് പറഞ്ഞേക്കാം. എന്ത്? ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഒരാഴ്ചത്തെ ട്രിപ്പിന് ഞാനും എന്റെ ഫ്രണ്ട്സ് കൂടെ പോകുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ പറയാം. ഒരാഴ്ച കഴിയുമ്പോ ഒരാഴ്ചത്തെ ട്രിപ്പാ? ജസ്റ്റ് 1 വീക്ക്. നീ ആ ഒരാഴ്ചത്തെ ട്രിപ്പിന് പോണോ വേണ്ടയോന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും. ജസ്റ്റ് പോയിട്ട് ഒരാളെയാ ആലോചിക്കാം, നമുക്ക് അതെ. ആലോചിക്കാം. ആലോചിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, സമ്മതിക്കൂല. എന്തൊരു കഷ്ടം അത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-80 വർഷമായി. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ല. മക്കൾ സ്വാതന്ത്ര്യം എടുക്കാറാകുമ്പോഴത്തേക്കും ചേച്ചി പറയാം, അന്നേരം അങ്ങ് എടുത്താ മതി. എന്നാ പിന്നെ നിങ്ങളുടെ പരിപാടി എടുക്കട്ടെ, ഞാൻ അടുക്കളയിൽ കാണും. ചേച്ചി എന്താ? പോവല്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്. എത്രയൊക്കെ ആയ സ്ഥിതിക്ക്? ചേച്ചി ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ ചേച്ചി. നീ പറ. ഈ അടുത്ത ഇൻഡിപെൻഡൻസ് ഡേക്കെങ്കിലും നീ പറഞ്ഞു കഴിയും, ഒന്ന് പറ വെച്ചേ. ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് വെളിയില് പതാക ഉയർത്തിയാലാ? ദേശീയ പതാക? യെസ്. ഏത് വെളിയില്? ഈ വീടിന്റെ വെളിയില്. നമ്മുടെ വീടിന്റെ മുറ്റത്താ? ആ അളിയാ, പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേടാ, നമുക്കേ ആ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുത്തേക്കാം. നമ്മൾ ഇന്ന് പതാക ഉയർത്തുന്നു. അവരോട് പതാക ഉയർത്തേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാം. അത് ശരി. എന്നാ പിന്നെ നിങ്ങൾക്ക് ആരും സഹായിക്കായിരുന്നില്ലേ? ഞാനങ്ങോട്ട് ചെന്നായിരുന്നു ചേച്ചി. അപ്പത്തേക്ക് പറഞ്ഞു നിങ്ങൾ അകത്ത് കയറി പോവാൻ. പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല, അവരെന്നെ ചെയ്തോളല്ല കാര്യം. അങ്ങനെ പായസം വെക്കണം നിർബന്ധമൊന്നുമില്ല. என்ன லட்சு இது? இன்னைக்கு சுதந்திர தினம் தானே, நம்ம பாயசம் வைக்கலாம். இங்க ஆனா சேமியா இருக்கு, சேமியா பாயசம் வைக்கலாம். இல்லைன்னா அரிசி இருக்கு, நம்ம அடப்பிரதமம் வைக்கலாம். അതിന് പായസം വെക്കാനുള്ള കൂട്ടു സാധനങ്ങളൊക്കെ ഉണ്ടോ? எல்லாமே இருக்கு, ஏலக்காய் முதல் எல்லாமே இருக்குப்பா. അമ്മ വെക്കലാമ്മ പ്ലീസ്. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യേ. ഹലോ, എന്തിനാ അവിടെ നിന്ന് പറഞ്ഞിട്ടെ? ഇവരുടെ അടുത്ത് പോയി പറയാൻ അങ്ങോട്ട് വരെ. അമ്മൂമ്മ എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കാനും കൂടെ പറഞ്ഞായിരുന്നു. അമ്മൂമ്മ എന്താ വിളിച്ചേ? ചുമ്മാ വിളിച്ചാണോ? ചുമ്മാ വിളിച്ച. ആ ഓക്കെ, അവിടുത്തെ പരിപാടി എല്ലാം നമ്മൾ സെറ്റ് ചെയ്യണോ? അല്ലേടാ? ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങുണ്ടല്ലോ, ഓ, അതാര് ചെയ്യും? മിണ്ടത്. நான் ஒண்ணு சொல்லட்டா? இங்க ഏറ്റവും பெரியவங்களா அம்மா தானே இருக்காங்க, அம்மா உயர்த்தட்டும். പ്രായത്തിൽ മൂത്തത് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അമ്മൂമ്മ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് ഈ പ്രായത്തിൽ മൂത്തത് കൊണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ദേശീയ പതാക ഉയർത്തുന്ന അങ്ങനെ ഒരു വലിയ സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലേ? അല്ല, ഇനിയിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഭയങ്കര നിർബന്ധമാണെങ്കിൽ ഞാൻ ഉയർത്തും. നമുക്കാർക്കും അങ്ങനത്തെ നിർബന്ധമേ ഇല്ലല്ലോ. அப்படின்னா நான் வேற ஒண்ணு சொல்லட்டா? நான் வந்து வெளியூர்காரி தானே, அதனால நான் உயர்த்தட்டா? ഈ വെളിയൊരു കാര്യം എന്ന് പറയുമ്പോ மதுரை. മധുര എന്ന് പറയുമ്പോ കേരളത്തിന് പുറത്തല്ലേ? ஆமா. ഇന്ത്യയുടെ പുറത്തല്ലല്ലോ. നമ്മളെല്ലാരും ഒറ്റ ദേശക്കാരാണ്, ഇന്ത്യക്കാര്. ഓക്കെ, വെളിയൂർക്കാരിയല്ല. അപ്പൊ കനാൻ്റെ ഔട്ട്. ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് അല്ലയാ, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഡീപ് നോളജ് ഈ വീട്ടിലുള്ള ഒരൊറ്റ ആക്കാണ്. അതായത് സെക്കൻഡ് റാങ്ക് മേടിച്ച ആക്ക്.
ഒരു സെക്കൻഡ് റാങ്ക് മേടിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ആ ഒരു കഴിവുള്ള ഒരു മനുഷ്യന് അതിനു വേണ്ടിയുള്ള ഒരു വിവരം കാണുമല്ലോ. അങ്ങനെ ഒരാളുടെ കയ്യിലാണ് നിങ്ങൾ ഈ സ്ഥാനം കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എന്റെ തന്നെ നിങ്ങൾ ആ സ്ഥാനം തരുമെന്ന് എനിക്കറിയാം. ഞാൻ ചുമ്മാ ചോദിക്കുന്നതാണ്. പറഞ്ഞോ. മോനെ കേശു, അത് നമ്മുടെ ദേശീയ പതാകയാണ്. അതിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. അത് നീ ആയിട്ട് കളഞ്ഞു പിടിക്കും. അങ്ങനെയാണെങ്കിൽ ചേട്ടനും ഔട്ട്. എനിക്കിട്ട് വെക്കുമ്പോ അവളുടെ സന്തോഷം നോക്ക്. എന്നാ പറയടി, ദേശീയ പതാകയിൽ എത്ര കളറുണ്ട്? 3 കളറ്. എന്നാ ആ ത്രിവർണ പതാകയുടെ പ്രത്യേകത പറ. പോട്ട് വേണ്ട, ആ കളറിന്റെ ഒക്കെ പ്രത്യേകത പറ. ആദ്യം നീ പതാകയുടെ കളർ എന്താന്ന് ചോദിക്ക്. ചേച്ചി അങ്ങനെ കളിയാക്കല്ലേ. ഏറ്റവും മുകളിലത്തെ നിറം കുങ്കുമ നിറം. അത് രാജ്യത്തിന്റെ ധീരതയും ത്യാഗത്തിനെയും സൂചിപ്പിക്കുന്നു. കണ്ടാ, നമ്മുടെ കൊച്ചു പുലിയാണ്. ആരും പറഞ്ഞ് അറിയത്തില്ലെന്ന്. അടുത്തത് മാളു മക്കളെ, വെള്ള നിറം പറ. വെള്ള നിറം സത്യവും സമാധാനവും സൂചിപ്പിക്കും. അടുത്തത് മക്കള് വരടാ. പച്ച നിറം നമ്മുടെ ഭൂമിയുടെ വളർച്ചയും സമൃദ്ധിയും സൂചിപ്പിക്കുന്നു. കണ്ടാ, ആറ് ജനിച്ചു മക്കളെ. ഇനി അടുത്ത ചോദ്യം. ദേശീയ പതാകയുടെ നടുക്ക് അശോക ചക്രമുണ്ട്. അശോക ചക്രത്തിന്റെ കളർ എന്താണ്? ബ്ലൂ. അശോക ചക്രത്തിൽ എത്ര ആരങ്ങളുണ്ട്? 24. ഓക്കെ, അതും പാസ്. 24 പാലക്കിട് തന്നെ കേട്ടാ. ശരി, അടുത്തത് നാഷണൽ ബേർഡ് പീകോക്ക്. സിമ്പിൾ. നാഷണൽ ആനിമല് ടൈഗർ. 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 നാഷണൽ ഫ്ലവർ ലോട്ടസ്. ലോട്ടസ്. നാഷണൽ ഫ്രൂട്ട് മാംഗോ. മാംഗോ. പറു, ഞാൻ പഠിപ്പിച്ചതൊക്കെ മറന്നുപോയി മോള്. ഇല്ല. അപ്പൊ പറഞ്ഞു വിടങ്ങോട്ട്. ഫാദർ ഓഫ് ദി നേഷൻ ഗാന്ധിജി. അളിയാ, ഇതൊക്കെ നമ്മൾ തുടങ്ങിയ എന്തിനു പേരിലായിരുന്നു? പതാക ഉയർത്തുന്നതിന്റെ പേരില്. ആര് ഉയർത്തും? അപ്പൊ ആരാ ഉയർത്തുന്നത്? അയ്യോ, അതിന് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മെമ്പറിനെ വിളിച്ചാലാ? ഏത് മെമ്പർ? പുതുപ്പണം. പുതുപ്പണം. പുതുപ്പണം പ്രസാദ്. പുള്ളിയുടെ പേരെങ്ങനെയാ? പിന്നല്ലാതെ. ആ, പുള്ളി വിളിച്ചാലോ? പുള്ളി ഒരു നല്ല ജനപ്രതിനിധിയൊക്കെ ആണല്ലോ. പുള്ളി തന്നെ വിളിക്കാനടാ. അപ്പൊ എന്തായാലും സമയമാകുമ്പോ വിളിക്കാൻ പുള്ളിയെ. അളയാ, കുറച്ച് പണി കൊണ്ട് തീർത്തിട്ട് വരാം. അളയാ, എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞായിരുന്നു. അവര് വന്നോന്ന് പോയി നോക്കട്ടെ. വാ മാളു. അശ്ശേ, തന്നെ കൊണ്ടുപോയില്ല. അശ്ശേ, അശ്ശേ. അമ്മൂമ്മ, കനകാന്റി, എല്ലാരും പുറത്തോട്ട് വാ. അടിപൊളിയായല്ലോ. എന്ത് പെട്ടെന്ന് ഇത്രയെല്ലാം സെറ്റപ്പ് ആക്കിയത്. നമുക്ക് ഇതിനൊക്കെ 15 മിനിറ്റ് പോരെ. എന്റെ മുന്നേ സീതാമ്മ എന്തൊക്കെ പരിപാടിയാണ് നമ്മൾ. അല്ലല്ലയാ? നീ മെമ്പറിനെ വിളിച്ചാ? വിളിച്ച് എന്താ പറഞ്ഞേ? എന്താ ചെറിയ തിരക്കിലാണെന്ന് പറഞ്ഞു വരും. ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. മെമ്പർ നല്ല തിരക്കിലാ. വിളിക്കണോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. മെമ്പർ വരും. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞതാ. ആര് പറഞ്ഞാന്ന്? അല്ല, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. പിന്നല്ലാതെ എത്ര നേരെ വെയിറ്റ് ചെയ്യുന്നേ? അയ്യോ, എനിക്ക് 1-2 പരിപാടി ഉണ്ടായിരുന്നു, അതാ. കുഴപ്പമില്ല, സോറി ഒന്നും പറയണ്ട. സോറി പറയണം മെമ്പറെ. ചുമ്മാ പറഞ്ഞ മെമ്പറെ. ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടി പതാക ഉയർത്തുന്നു. എനിക്ക് പിന്നെ അറിഞ്ഞൂടെ. പിന്നെ യേശു, സിദ്ധു, ലച്ചു, അമ്മ ഇന്ന് എന്നെ പതാക ഉയർത്താൻ ഇവിടെ ക്ഷണിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരു സാധാരണ മെമ്പറായ എന്നെ നിങ്ങൾ ഓർത്തല്ലോ. എന്റെ മെമ്പറെ ഇവിടെ വലിയവരുന്നോ ചെറിയവരുന്നോ സാധാരണക്കാരൊന്നും ഇല്ല. നമ്മളൊക്കെ ഇന്ത്യൻസ് അല്ലേ. പിന്നെ രാജ്യത്തിന്റെ കാര്യം വരുമ്പോ നമ്മളൊക്കെ ഒറ്റക്കെട്ട. ചേച്ചി ഉദ്ദേശിച്ചത് നമ്മളെല്ലാരും തുല്യരാന്നാണോ? യെസ്. നമ്മളെ ഈ ദിവസം മാത്രം രാജ്യത്തെ പറ്റി പറഞ്ഞിട്ടോ രാജ്യസ്നേഹം കാണിച്ചിട്ടോ കാര്യമില്ല. എല്ലാ ദിവസവും നമ്മൾ രാജ്യത്തെ പറ്റി ഓർക്കണം.
എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേശേട്ടാ ഓ ഈ പതാകയൊക്കെ ഉയർത്തി കഴിഞ്ഞിട്ടേ നമുക്ക് എന്തെല്ലാം ചെയ്യണ്ടേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് ഈ പരിസരം മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യും. പോരെ? ഞാനും ഉണ്ടാവും. നമ്മളെന്നാ പറഞ്ഞേ. അതെ, നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ. ദേശീയ പതാക ഉയർത്തണ്ടേ മെമ്പറെ? എന്നാ പിന്നെ ഉയർത്തല്ലേ? പിന്നെ